ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ എക്സിന് നിങ്ങളെ മിസ് ചെയ്യാനും നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് നോക്കാം. പല ടെക്നിക്കുകളും നിങ്ങൾ ചിലപ്പോൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടാവാം, പക്ഷേ ഇതുകൂടി ഒന്ന് നോക്കുക. 100% റിസൾട്ട് ഗ്യാരണ്ടിയാണ്. നിങ്ങൾ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ മനസ്സിൽ ഫ്യൂച്ചർ അഥവാ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കൃത്യമായിട്ട് കാണുകയും അത് മാക്സിമം ഫീൽ ചെയ്യുകയും അത് ചെയ്യുന്ന സമയത്ത് ഹാപ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് മാനിഫെസ്റ്റ് ആവുമെന്ന് പറയാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ദുഃഖത്തിലായിരിക്കും. ആ ദുഃഖത്തിലിരിക്കുന്ന സമയത്ത് ഈ ഫ്യൂച്ചർ വിഷ്വലൈസേഷൻ ഇപ്പം നടക്കുന്നത് പോലെ നമുക്ക് കാണാൻ ഭയങ്കര പ്രയാസമായിരിക്കും. മൈൻഡിൽ കറക്റ്റ് ഫോക്കസ് കിട്ടില്ല, അറ്റൻഷൻ കിട്ടില്ല, പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതിന് പകരം ഞാൻ നിങ്ങൾക്കൊരു സീക്രട്ടാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. ഓൾറെഡി നിങ്ങൾ ആ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം, മെമ്മറീസ് നമ്മുടെ, അല്ലേ? അത് ഒന്നിച്ച് യാത്ര പോയതാവാം, അല്ലെങ്കിൽ ഒന്നിച്ച് സംസാരിച്ചിരിക്കുന്നതാവാം, ഒരു കിസ് കൊടുത്തതാവാം, അല്ലെങ്കിൽ ഹഗ് ചെയ്തതാവാം, അങ്ങനെ അല്ലെങ്കിൽ സെക്ച്വൽ കോണ്ടാക്റ്റിൽ ഏർപ്പെട്ടതാവാം. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓർക്കാൻ ഇഷ്ടമുള്ള ആ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ മെമ്മറി, അത് ഒരു 3-4 നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് അത് നമ്മൾ മനസ്സിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വീണ്ടും കാണാം. കാരണം ഓൾറെഡി ജീവിതത്തിൽ സംഭവിച്ചതായതുകൊണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് കിടക്കുന്നുണ്ടാവും. അതൊന്നുകൂടി നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാണുക. അപ്പോൾ ആ സമയത്തുണ്ടായ നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത്, നിങ്ങൾ ആ യാത്ര ചെയ്തത്, എൻജോയ് ചെയ്തത് എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാനും അത് മാക്സിമം ഫീൽ ചെയ്യാനും പറ്റും. കാരണം ഇല്ലാത്തൊരു സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കാണുന്നതല്ലല്ലോ, ഓൾറെഡി ജീവിതത്തിൽ സംഭവിച്ചതാണല്ലോ. ഓൾറെഡി ആ വ്യക്തിയുമായിട്ടൊരു സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഇതിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് വിഷ്വൽ ചെയ്യുകയും അത് ഓർക്കുകയും അത് ഫീൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ എക്സിന് മിസ്സിങ് വരും. അതൊരു കണക്ഷനുണ്ട്. അതിൻ്റെ ഒരു തിയറി നിങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എല്ലാ വ്യക്തികളും തമ്മിൽ ഭയങ്കര കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് കാര്യങ്ങൾ പറയുന്ന ഒരു പുസ്തകമാണ് ദ സീക്രട്ട് എന്ന് പറയുന്നത്. തോട്ടിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പുസ്തകം ആവശ്യമുള്ള ആളുകൾക്ക് ജസ്റ്റ് മുകളിൽ കാണുന്ന നമ്പറിലോട്ടൊന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് അയച്ചു തരാം. അത് വായിക്കാൻ മലയാളവും ഇംഗ്ലീഷും അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ അതൊന്ന് മെസ്സേജ് ചെയ്തോളും. അപ്പോൾ അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ തോട്ടിൻ്റെ പവറൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിതിങ്ങനെ വിഷ്വൽ ചെയ്യുമ്പോൾ, നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ നമ്മുടെ തോട്ട് പ്രോസസ്സ് ഓട്ടോമാറ്റിക്കലി നടക്കും. അപ്പോൾ അതവിടെ കിട്ടും. മിസ് ചെയ്യാൻ തുടങ്ങും. വീണ്ടും നിങ്ങളെ കാണണം എന്ന് തോന്നും, മീറ്റ് ചെയ്യണം എന്ന് തോന്നും, സംസാരിക്കണം എന്ന് തോന്നും. അപ്പോൾ അത് ഒരു ദിവസം ചെയ്തിട്ട് കാര്യമില്ല, കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ അവിടെ ദൂരത്തിരിക്കുന്ന ആ ഒരു വ്യക്തിയിൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് അപ്പോഴും ചില ആളുകൾക്ക് ദുഃഖവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം എന്താണെന്നറിയോ, ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരുപാട് ഫൈറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ ഓർമ്മ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഫോർഗീവ് ചെയ്യുക. മറന്നു കളയുക എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, അത് ഫോർഗീവ് ചെയ്യുക, ക്ഷമിക്കുക, വിട്ടുകളയുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ മനസ്സിൽ നിന്ന് വിട്ടുകളയുക. അവരോടൊരു ദേഷ്യം മനസ്സിൽ കൊണ്ടു നടക്കാതിരിക്കുക. ദേഷ്യമോ വെറുപ്പോ വിദ്വേഷം ഒന്നും വെക്കാതിരിക്കുക. പകയൊന്നും വേണ്ട. ഓക്കെ, സ്നേഹം മാത്രം. ആ സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ മെമ്മറീസ് ഓർക്കുകയും അത് ഫീൽ ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത്. ആ സമയത്ത് നിങ്ങൾ ഒന്നുകൂടി കൂടുതൽ ഒരു ഫോഴ്സ് ഓഫ് ലവ് എന്ന് പറയുന്ന സീക്രട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഒന്നുകൂടി കൂടുതൽ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ട് അത് മനസ്സിൽ കാണാം. മാക്സിമം എൻജോയ് ചെയ്യുക, ഫീൽ ചെയ്യുക. മനസ്സിൽ കാണുന്ന സമയത്ത് കണ്ണടച്ചുകൊണ്ട് കാണുകയാണെങ്കിൽ അത്രയും എഫക്റ്റാണ്. ഒരു 5 minutes ഡെയിലി ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഒരു മോർണിംഗിൽ എണീറ്റ് ഉടനെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ്, ഈ 2 സമയമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്ന ടൈം. അല്ലെങ്കിൽ നിങ്ങൾ പകൽ എപ്പോഴെങ്കിലുമൊക്കെ ഉറക്ക മൂഡിലോട്ട് പോകുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്ത്
നമ്മൾ യൂറിൻ പാസ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും എണീക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഉറക്കവുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ടൈമിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ആ സമയത്ത് നമുക്ക് നല്ല റീകോൾ ചെയ്യാനും മീൻസ് ആ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ആ കഴിഞ്ഞ മെമ്മറീസൊക്കെ കറക്റ്റ് ഫോക്കസ് ചെയ്ത് എടുക്കാനും അത് ഫീൽ ചെയ്ത് വിഷ്വൽ ചെയ്യാനൊക്കെ കഴിയും. കാരണം നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കറക്റ്റ് അതിലോട്ട് ഫോക്കസ് കിട്ടും. എണീറ്റ ഉടനെയാണെങ്കിലും പെട്ടെന്ന് നമ്മൾ മറ്റൊരു കാര്യത്തിലോട്ട് പോകുന്നില്ലല്ലോ, അപ്പോഴും നമുക്ക് കറക്റ്റ് പ്രോപ്പർ ഫോക്കസ് കിട്ടും. മാത്രമല്ല നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അത്രത്തോളം ആക്റ്റീവായിട്ടുണ്ടാവില്ല ആ സമയങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രത്തോളം ലോജിക് മൈൻഡ് കയറി വരത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ആക്സസ് കിട്ടും സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട്. അതിലോട്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ നല്ലൊരു ഫീലിംഗ്, ഒരു കണക്ഷനൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. എണീറ്റ ഉടനെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമയം, അല്ലെങ്കിൽ രാത്രിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ എണീക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ സമയത്തും ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ പറഞ്ഞത് ദേഷ്യമൊന്നും മനസ്സിൽ വെക്കാതിരിക്കുക, കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടും. ഓക്കെ, ഇതാണ് ഒരു സീക്രട്ട്. ഇതുപോലെ ധാരാളം സീക്രട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ജെന്യൂനായിട്ടാണ് ആഗ്രഹിക്കുന്ന പല ആളുകളുണ്ട്. എനിക്ക് എൻ്റെ എക്സുമായിട്ടൊരു റിലേഷൻഷിപ്പ് വേണം, മീൻസ് ഇപ്പോൾ നല്ലൊരു ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്, എന്നിട്ട് വീണ്ടും എക്സ് എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിപ്പോൾ സിംഗിളായിട്ട് ഇരിക്കുകയാണ്, എനിക്ക് എൻ്റെ എക്സുമായിട്ട് പാച്ചപ്പ് ആയാൽ കൊള്ളാം, ബ്രേക്കപ്പ് ആയി കുറച്ച് നാളായി, ഒന്ന് സെറ്റാക്കി എടുക്കണം, അവരുമായിട്ട് നല്ലൊരു ജീവിതം, വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി ലിവിങ് ആണെങ്കിൽ അങ്ങനെ. മറ്റൊരു റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്കല്ല കേട്ടോ ഇത് ചെയ്തു നോക്കാനൊന്നും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു പാർട്ണർ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്തു നോക്കാം. അതിന് വേണ്ട ഒരു പ്രത്യേക ഗൈഡൻസ് കാര്യങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. 21 ദിവസത്തെ, അത് ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കുകളും ഗൈഡൻസും ആണ്. അത് വാട്സപ്പ് ത്രൂ ആണ് നൽകുന്നത്. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. കാരണം അതിൽ ധാരാളം ടെക്നിക്കുകളുണ്ട്. അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ, 21 ദിവസം രാവിലെയും വൈകുന്നേരം കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്, ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യും, ആ വ്യക്തിക്ക് നിങ്ങളുടെ പ്രസൻസ് വേണമെന്ന് ആഗ്രഹിക്കും, ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു മാനസികാവസ്ഥ വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ തോട്ടിൻ്റെ പവർ കൊണ്ട് നിങ്ങൾ അവരുടെ പുറകെ പോവുക, സംസാരിക്കുക, അതൊന്നും ചെയ്യണമെന്നില്ല. ഓക്കെ, ഓൾറെഡി റിലേഷൻഷിപ്പിലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി റിസൾട്ട് കിട്ടും. ഇനി അതല്ല, ഓൾറെഡി റിലേഷൻഷിപ്പിൽ അല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. പക്ഷേ ഇത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ആക്ഷൻസ് എടുക്കേണ്ടി വരും. അത്തരം സാഹചര്യത്തിൽ നിങ്ങൾ കണ്ടുമുട്ടേണ്ടി വരും, ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള ആക്ഷൻസ് അവിടെ വേണ്ടി വരും. പക്ഷേ ഓൾറെഡി റിലേഷൻഷിപ്പിലായിരുന്നു എന്നിട്ട് ബ്രേക്കപ്പ് ആയ ആളുകൾക്ക് അത്തരത്തിലുള്ള ആക്ഷൻസിലൂടെ ഒന്നും പോവാതെ തന്നെ നിങ്ങളുടെ തോട്ടിൻ്റെ പവർ കൊണ്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. നിങ്ങളിലോട്ട് വീണ്ടും ആ ഒരു അട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും നമ്മുടെ തോട്ടിൻ്റെ പവർ കൊണ്ട്. അപ്പോൾ ആ സീക്രട്ടുകളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചോ, ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുക. ട്രസ്റ്റ് തോന്നിക്കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഗൈഡ് ചെയ്യുന്നതാണ്. എന്നിട്ട് നിങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കതിലൊരു 100% റിസൾട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.